ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. വടക്കുകിഴക്കൻ മൺസൂൺ വിടവാങ്ങിയ ശേഷം കേരളത്തിൽ ശൈത്യം ശക്തിപ്പെടാനാണ് സാധ്യതയെന്ന് മെറ്റ്പീറ്റ് വെതർ. മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ താപനില 0 ഡിഗ്രി വരെ താഴ്ന്നേക്കും. സംസ്ഥാനത്ത് 2-3 ദിവസമായി തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. പടിഞ്ഞാറൻ കാറ്റും കിഴക്കൻ കാറ്റും ദുർബലമായതിനാൽ മഴ വിട്ടുനിന്നതോടെയാണ് സംസ്ഥാനത്ത് സ്വാഭാവിക തണുപ്പ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് താൽക്കാലിക വരവു മാത്രമാണ്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലവിൽ അനുഭവപ്പെടുന്ന തണുപ്പ് വ്യാഴം വരെയേ തുടരാൻ സാധ്യതയുള്ളൂവെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് വെള്ളി മുതൽ തണുപ്പിനെ ഇല്ലാതാക്കുക. കേരളത്തിൽ കിഴക്കൻ മേഖലകളിലും വടക്കൻ ജില്ലകളിലുമാണ് കൂടുതൽ തണുപ്പനുഭവപ്പെടുക. തീരദേശങ്ങളിൽ രാത്രിയിലും ചൂടുള്ള കാലാവസ്ഥ തുടരും. സംസ്ഥാനത്ത് കുറഞ്ഞ താപനില നിലവിൽ വിവിധയിടങ്ങളിൽ 10 ഡിഗ്രിക്ക് താഴെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് കുണ്ടല ഡാം 7 ഡിഗ്രി, മൂന്നാർ 8.7, കുപ്പാടി 11.5, വട്ടവട 11.6, കബനിഗിരി 11.9 എന്നീ സ്ഥലങ്ങളിലാണ്. വയനാട്ടിലെ മിക്ക സ്റ്റേഷനിലും 15 ഡിഗ്രിക്ക് താഴെ രേഖപ്പെടുത്തി. വടക്കൻ ജില്ലകളിലാണ് രാത്രി താപനിലയിൽ വലിയ കുറവ് അനുഭവപ്പെടുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശരാശരി കുറഞ്ഞ താപനില 20 ഡിഗ്രിക്ക് താഴെ എത്തിയിരുന്നു. അതേസമയം ഉത്തരേന്ത്യ തണുപ്പിലേക്ക് കടന്നതോടെ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്ന സംസ്ഥാനം കേരളമായി. കണ്ണൂരാണ് കഴിഞ്ഞ 3 ദിവസമായി രാജ്യത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.